എൻ്റെ പേര് ശ്രീജ. ഞാൻ സെൻറ്റ് റാഫേൽ ചർച്ച് എഴുപുന്ന എരമല്ലൂരാണ്. ഇതെൻ്റെ ഹസ്ബൻഡ് തോമസ്. ഇത് എൻ്റെ മൂത്ത മകൻ ആൻഡോസ്. ഇത് ആൽവിൻ. ഞങ്ങൾ UK റെസിഡൻ്റാണ്. എനിക്ക് മാതാവ് തന്ന ആദ്യത്തെ അനുഗ്രഹം ഇവിടെ പറയാൻ വേണ്ടിയാണ്. അതായത് ഞങ്ങൾ UK ഒരു വീടിന് വേണ്ടിയിട്ട് കുറേ നാളുകളായിട്ട് പരിശ്രമിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഏകദേശം ഒരു 2020 കോവിഡിൻ്റെ ടൈമിൽ ഞങ്ങൾക്ക് ഒരു വീട് കണ്ടു. പക്ഷെ ഞങ്ങൾ 2 വർഷമായിട്ട് വീടിന് വേണ്ടിയിട്ട് കുറേ നാളുകളായിട്ട് നോക്കുന്നുണ്ടായിരുന്നു. ഒന്നും തന്നെ അങ്ങ് ശരിയാവുന്നില്ല. അപ്പോൾ ഞങ്ങൾ ആ കോവിഡിൻ്റെ സമയം 2020 ഒരു വീട് കണ്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ അതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി കൂടുതലായിരുന്നു. ഞങ്ങളെ സംബന്ധിച്ച് അത് കൂടുതലാണ്. അപ്പം അതിനൊരു ഓഫർ ഇട്ടിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞിട്ട് ഞാൻ ഓഫർ ഇട്ട് അത് ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ ഇട്ട് ഞാൻ രാവിലെ എല്ലാ ദിവസവും 5:30 എഴുന്നേറ്റ് മുട്ട നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ എന്നിട്ട് ഏജൻറ്റിനോട് ഞാൻ എൻ്റെ ഒരു ഓഫർ അങ്ങ് പറഞ്ഞു. പക്ഷേ അവരത് ചോദിച്ചിട്ട് പറഞ്ഞു ഇല്ല, അവർ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞു. അവസാനം പക്ഷേ മാതാവിനോട് എല്ലാ ദിവസവും ഞാനത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് ഞാനൊരു 10 ലക്ഷം രൂപയും കൂടെ കൂടുതൽ ഓഫർ ഇട്ട് കഴിഞ്ഞ് അവർ പറഞ്ഞു ഓക്കെ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം എന്നെ വിളിച്ചു കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഏജൻറ്റ് ഒരു ലേഡിയാണ്. അവരെന്നെ വിളിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഞാൻ വോയിസ് മെയിലാണ് വന്നത്. വോയിസ് മെയിൽ ഞാനിങ്ങനെ കേട്ടതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഇംഗ്ലീഷ് ആയതുകൊണ്ടും ഞാൻ എക്സൈറ്റഡ് ആയതുകൊണ്ടും ഞാൻ കേട്ടത് ഓഫർ അവർ അക്സെപ്റ്റ് ചെയ്തു എന്നാണ്. അപ്പം ഞാൻ ഇത് കേട്ട് കഴിഞ്ഞ ഉടനെ എൻ്റെ മെസ്സേജ് അങ്ങ് ഡിലേറ്റ് ആയിപ്പോയി. ഞാൻ ഓടി വന്ന ഹസ്ബൻഡിനോട് പറഞ്ഞു നമ്മുടെ ആ ഓഫർ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല. അപ്പം അന്ന് ഈവനിങ് ആയി, എനിക്ക് രണ്ടാമത് അവരെ കോൺടാക്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പം പിറ്റേ ദിവസം ഞാനൊരു 11:30 ആയപ്പം ഞാൻ അവരെ കോൺടാക്ട് ചെയ്തു കഴിഞ്ഞപ്പോഴത്തേന് അവരെന്നോട് പറഞ്ഞത് ആ ഓഫർ നിങ്ങൾക്കല്ല വന്നത്, അത് വേറൊരാൾക്കാണ് കൊടുത്തതെന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഞാൻ ശരിക്കും അപ്സെറ്റായെന്ന് പറഞ്ഞാൽ എൻ്റെ ചങ്ക് തകർന്നു പോയി. ഞാൻ അവിടെ ചങ്ക് പൊട്ടി അങ്ങ് കരഞ്ഞിട്ട് ഞാൻ എൻ്റെ മാതാവേ നിനക്ക് എൻ്റെ കഷ്ടപ്പാടുകളൊക്കെ നീ കാണുന്നതല്ലേ, എനിക്കിനി ഒത്തിരി കഷ്ടപ്പെടാൻ വയ്യ, അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ ഒത്തിരി സങ്കടപ്പെട്ട് ഞാൻ തിരിച്ച് ഹസ്ബൻഡിനോട് പറഞ്ഞു. ഹസ്ബൻഡ് പറഞ്ഞു കുഴപ്പമില്ല, നമുക്ക് വേറെ നോക്കാം, അതൊന്നും സാരമില്ല എന്ന് പറഞ്ഞ് എന്നെ സമാധാനിപ്പിച്ചു. ഞാൻ 2 ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ ആ വീട് പിന്നെ അത് മാർക്കറ്റിൽ വന്ന ആ സെയിം വീട് തന്നെ. അപ്പം ഞാൻ ഏജൻറ്റിനെ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ആ എടുത്ത ആൾക്കാർക്ക് വേണ്ടാന്ന് പറഞ്ഞു, അത് മാർക്കറ്റിൽ വന്നാന്ന് പറഞ്ഞു. പക്ഷേ അത് കഴിഞ്ഞിട്ട് പിടിയിന്ന് കോവിഡായി, എല്ലാം ഷട്ട് ഡൗൺ ചെയ്തു. പിന്നെ അപ്പോൾ അവരുമായിട്ട് എനിക്ക് കോൺടാക്റ്റ് ചെയ്യൊന്നുമില്ല. ഒരു 1.5 മാസം കഴിഞ്ഞപ്പം രണ്ടാമത് എൻ്റെ മോർഗേജ് അഡ്വൈസർ വിളിച്ചു, നിങ്ങൾ അവരെ ഒന്നുകൂടെ കോൺടാക്റ്റ് ചെയ്ത് നോക്ക്, അവരെന്താ പറയുന്നത് നോക്കാൻ പറഞ്ഞു. ഞാൻ കോൺടാക്റ്റ് ചെയ്തപ്പം ആ ലേഡി ഏജൻറ്റ് മാറി ഒരു മെയിൽ ഏജൻറ്റാണ് വന്നിരിക്കുന്നത്. അപ്പം ആ ഏജൻറ്റ് എന്നോട് പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ അവരോടൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. സംസാരിച്ചിട്ട് പറഞ്ഞു പിറ്റേ ദിവസം വിളിച്ചു അവർ ആ ഓഫർ അക്സെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു ഓക്കെ. അപ്പം ഞാൻ ചോദിച്ചതിലും കൂടുതൽ പൈസയ്ക്കാണ് അത് ഓഫർ അക്സെപ്റ്റ് ആയിട്ട് വന്നേക്കുന്നത്. ഞാൻ മോർഗേജ് അഡ്വൈസറിനെ വിളിച്ച് പറഞ്ഞു. അവരങ്ങോട്ടും എല്ലാം കോൺടാക്റ്റ് ചെയ്തു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മോർഗേജ് അഡ്വൈസർ വിളിച്ചിട്ട് ഞങ്ങളോട് പറഞ്ഞു നമുക്കൊരു 2 ആഴ്ച കൂടെ വെയിറ്റ് ചെയ്യാം പ്രോസസ്സിങ്ങിന് മുമ്പ്, കാരണം എന്തോ ഒരു ഗവൺമെൻറ് റൂൾസ് കോവിഡ് പ്രമാണിച്ച് ചേഞ്ച് ആവുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ 2 ആഴ്ച ഞങ്ങൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം ആ മോർഗേജ് അഡ്വൈസർ പറയുവാണ് അതായത് നമ്മുടെ സ്റ്റാമ്പ് ഡ്യൂട്ടി കൊടുക്കേണ്ട ഒരു 10 ലക്ഷം രൂപ അവിടെ കുറച്ചേക്കുവാണ്, അപ്പം നിങ്ങൾ ആ 10 ലക്ഷം രൂപ കൊടുക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഞാൻ മാതാവിനോട് എന്താണോ ചോദിച്ചത് അവിടെ ആ കൃത്യ പൈസ ഏകദേശം മാതാവ് വേറൊരു തരത്തിൽ എനിക്ക് ആ വീട് ഞങ്ങൾക്ക് അത് സ്വന്തമാക്കാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡ് ഒരു സെൽഫ് എംപ്ലോയി ആണ്. ഞങ്ങൾക്ക് ആ സമയത്ത് ഹസ്ബൻഡിന് ജോലിയില്ല, പുള്ളി വീട്ടിലിരിക്കുവാണ്. ഞങ്ങൾക്ക് യാതൊരു തരത്തിലും അത് കിട്ടാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ മാതാവ് അത് അത്ഭുതകരമായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു. അതുപോലെ തന്നെ ആ വീടെന്ന് പറഞ്ഞാൽ എനിക്ക് പള്ളി തൊട്ടടുത്ത്, ഹോസ്പിറ്റൽ തൊട്ടടുത്ത്, പിള്ളേരുടെ സ്കൂൾ തൊട്ടടുത്ത്, അത് ഓക്സ്ഫോർഡിൽ ഏറ്റവും നല്ലൊരു സെൻട്രൽ ഏരിയയാണ്. അത് ഭയങ്കര ഒരു അത്ഭുതമായിട്ടാണ് അതെനിക്ക് കിട്ടിയത്. നല്ല എല്ലാ തരത്തിലുള്ള വെട്ടവും വെളിച്ചവും എല്ലാ തരത്തിലുള്ള ഒരു സമാധാനപരമായ ഒരു വീടാണ് എനിക്ക് മാതാവ് ഒരുക്കി തന്നത്. ഞാൻ എന്നും മാതാവിന് അതിന് നന്ദി പറയുന്നുണ്ട്. അതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ ഞാനൊരു സീനിയർ പോസ്റ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയാണ്. ഞാനാണെങ്കിൽ ഇൻ്റർവ്യൂ കയറുമ്പം എൻ്റെ ഹാർട്ട് ബീറ്റ് ഭയങ്കര കൂടും. അതുപോലെ തന്നെ എനിക്ക് ആൻസർ പറയുമ്പോഴത്തേന് ഞാൻ ഭയങ്കരമായിട്ട് പാനിക്കാം, എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് അന്ന് വൈകുന്നേരം തന്നെ അവർ പറഞ്ഞു എനിക്ക് ആ പോസ്റ്റ് കിട്ടിയെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ മാനേജർ പറഞ്ഞു ആ ഇൻ്റർവ്യൂ പാനലിൽ ഇരിക്കുമ്പോഴത്തേന് എൻ്റെ ആ സംസാരം ഞാൻ തന്നെ ആണോ എന്ന് അവർ സംശയിച്ചു പോയി. അതുപോലെയാണ് ഞാൻ പെർഫോം ചെയ്തതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അതിനകത്ത് കുറേ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ്
ഞാൻ പറഞ്ഞു, പക്ഷേ എനിക്ക് ഒരു ഉറപ്പുമില്ല ഞാൻ എന്താ അതിൻ്റെ ആൻസർ കറക്റ്റ് ആണോന്ന്. ആ ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ ആൻസർ എല്ലാം കൃത്യമായിട്ട് അത് കറക്റ്റ് ആൻസർ ആയിരുന്നു. അതുപോലെ തന്നെ ആ ഇൻ്റർവ്യൂവിന് അന്ന് വന്നത് എന്നെ പഠിപ്പിച്ച് എൻ്റെ ഒരു സീനിയർ സ്റ്റാഫിന് കൊടുക്കാതെയാണ് അത് അന്നത്തെ പോസ്റ്റ് എനിക്ക് അവർ തന്നത്. ഇതാണ് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം. മൂന്നാമത് ഞാൻ ഈ മാതാവിനോട് എനിക്ക് എൻ്റെ കുടുംബത്തിൻ്റെ വേണ്ടി മാധ്യസ്ഥം ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഈ മകന് കഴിഞ്ഞ ഒരു വർഷമായിട്ട് 3 ആക്സിഡൻ്റാണ് ഉണ്ടായത്. 3 ആക്സിഡൻറ്റിലും ഒരു പോറൽ പോലും പറ്റാതെ മാതാവ് അത്ഭുതകരമായിട്ട് അവനെ രക്ഷിച്ചു. അതുപോലെ തന്നെ മാതാവിൻ്റെ സംരക്ഷണം എൻ്റെ കുടുംബത്തിൻ്റെ കൂടെ എപ്പോഴും ഉണ്ട്. അതുപോലെ ഞാനിങ്ങനെ ഇതൊക്കെയാണ് എൻ്റെ സാക്ഷ്യങ്ങൾ. കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ എൻ്റെ ശമ്പളത്തിൽ നിന്ന് ഒരു ഭാഗം ഞാൻ എല്ലാ മാസവും പാവങ്ങൾക്ക് വേണ്ടി കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു അനാഥാലയമുണ്ട്, അവിടെ വരുമ്പം ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളവർക്ക് ഫുഡ് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇവിടുന്ന് പത്രം മേടിച്ചുകൊണ്ട് പോയി, ഇംഗ്ലീഷ് പത്രമാണ് ഞാൻ കൂടുതലായിട്ട് മേടിച്ചുകൊണ്ട് പോകുന്നത്, മലയാളം പത്രവും മേടിക്കും അതിൻ്റെ കൂടെ. അവിടെ നമുക്ക് ഫിലിപ്പിനോസ് അതുപോലെ തന്നെ ഇത് വേറെയുള്ള രാജ്യക്കാർ അവർക്ക് ഈ പത്രവും കൊടുത്ത്, ആഫ്രിക്കൻസൊക്കെയാണ്, അവർക്ക് ഈ പത്രവും കൊടുത്ത് കാശുരൂപവും കൂടെ കൊടുക്കുന്നത്. അവർ തിരിച്ച് എന്നോട് വന്ന് ചോദിക്കാറുണ്ട്, ഒന്നും കൂടെ താന്ന് പറഞ്ഞ്. അതുപോലെ തന്നെ ആരെങ്കിലും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു വന്നാൽ ഞാൻ അവർക്ക് അന്നേരം തന്നെ ഒരു പത്രവും കാശുരൂപവും കൊടുത്ത് അതൊക്കെ എന്നിട്ട് അവർക്കതെല്ലാം നല്ലതായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ എല്ലാ ദിവസവും ഞാൻ ഡ്യൂട്ടി ഇല്ലാത്ത, അവിടെ എനിക്ക് 3 ദിവസം ജോലി ചെയ്താൽ മതി, ഇല്ലാത്ത ദിവസങ്ങളിൽ കുർബാനയ്ക്ക് പോകും. കാരണം രാവിലെ ഞങ്ങൾക്ക് അവിടെ കുർബാന 8 മണിക്ക് മുമ്പില്ല, അപ്പോൾ കുർബാനയ്ക്ക് പോകും. അതുപോലെ തന്നെ എല്ലാ ദിവസവും സന്ധ്യാപ്രാർത്ഥന ചെയ്യാറുണ്ട്, മാസത്തിലൊന്ന് കുമ്പസാരിക്കും. അതുപോലെ തന്നെ കുടുംബ പ്രാർത്ഥന, എല്ലാ കാര്യങ്ങളും, അച്ഛൻ്റെ ധ്യാനം കൂടാറുണ്ട്. ഇതെല്ലാമാണ് ഞാൻ ചെയ്യുന്നത്. ഇത്ര എല്ലാ അനുഗ്രഹവും തന്ന തിരുക്കുമാരനും മാതാവിനും 1000 കോടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. സങ്കീർത്തനങ്ങൾ 94 അധ്യായം 18 വാക്യങ്ങൾ. എൻ്റെ കാൽ വഴുതുന്നുവെന്ന് ഞാൻ വിചാരിച്ചപ്പോഴേക്കും കർത്താവ് അങ്ങയുടെ കാരുണ്യം എന്നെ താങ്ങി നിർത്തി. എൻ്റെ ഹൃദയത്തിൻ്റെ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ അങ്ങ് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷവാനാക്കുന്നു. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ശ്രീജ തോമസ് തൻ്റെ അനുഭവ സാക്ഷ്യം നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. തൻ്റെ അനുഭവ സാക്ഷ്യത്തിൽ നിന്ന് നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക, തനിക്ക് UK സ്വന്തമായിട്ട് ഒരു വീട് വാങ്ങുന്ന നിയോഗം തന്നെയായിരുന്നു. എന്നാൽ പരിശുദ്ധമ്മയോട് ചേർന്നുകൊണ്ട് തങ്ങൾ തന്നെ ഒരു ഓഫറിട്ട് പ്രാർത്ഥിക്കുകയും എന്നാൽ അതിൻ്റെ ഫലമായിട്ട് ഒരു വീട് ലഭിക്കുകയും ചെയ്തു. എന്നാൽ ആദ്യത്തെ തവണ അത് പലവിധമായ കാര്യങ്ങളാൽ അത് ലഭിക്കാതെ വരികയും വീണ്ടും പരിശുദ്ധമ്മയോട് ചേർന്നുകൊണ്ട് പ്രാർത്ഥിച്ച് സങ്കടത്തോടു കൂടിയാണെങ്കിലും ആ വീട് സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് പരിശുദ്ധമ്മയോട് പ്രാർത്ഥിക്കുക ചെയ്തത്. കോവിഡ് സമയമായതുകൊണ്ട് തന്നെ അതിനുശേഷവും വീണ്ടും നിയോഗത്തിൽ സംബന്ധിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ വീട് തന്നെ വീണ്ടും വരികയും അത് എപ്രകാരമാണോ താൻ നിയോഗത്തിൽ വെച്ചത് അത് പൂർണ്ണമായിട്ട് സ്വന്തമാക്കാനായിട്ട് സാധിക്കുക ചെയ്തു. കാരണം അതിന് കൊടുക്കേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് കുറേ അധികമായിരുന്നു. പക്ഷെ അത് തന്നെ പൂർണ്ണമായിട്ടും ഇവർക്ക് കൊടുക്കാനായിട്ട് സാധിച്ചത് 10 ലക്ഷത്തോളം രൂപ കുറച്ചാണ് അവർക്ക് വീട് സ്വന്തമാക്കുവാനായിട്ട് സാധിക്കുക ചെയ്തത്. അത് സ്റ്റാമ്പ് ഡ്യൂട്ടി എന്ന് പറയുന്ന ഒരു തസ്തിക ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇവർക്കത് കുറച്ച് കിട്ടുകയും അതോട് ചേർന്നുകൊണ്ട് ആഗ്രഹിക്കുന്ന തരത്തിൽ പള്ളിയിൽ പോകുവാനും പ്രാർത്ഥിക്കുവാനാണെങ്കിലും അടുത്ത ജോലി സ്ഥലത്ത് പോകുവാനും എല്ലാം കൂടെ ഒരുക്കിയൊരു നല്ലൊരു സജ്ജീകരണത്തോടു കൂടിയാണ് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ വീട് ഇവർക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കുക ചെയ്ത്. അതോടൊപ്പം തന്നെയാണെങ്കിലും സീനിയർ നേഴ്സ് പോസ്റ്റിലേക്കുള്ള ജോലിയാണെങ്കിലും ഇൻ്റർവ്യൂ ആണെങ്കിലും പരിശുദ്ധ അമ്മയോട് ചേർന്ന് കൊണ്ടുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി അത് പാസ്സാകുവാൻ ഇൻ്റർവ്യൂ ഒക്കെ നന്നായിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ടൊക്കെ സാധിക്കുക ചെയ്തു. അതോടൊപ്പം തന്നെ ഈ അമ്മയുടെ വാക്കിൽ നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്നൊരു കാര്യം, എൻ്റെ കുടുംബത്തിൻ്റെ സംരക്ഷണം പരിശുദ്ധ അമ്മയുടെ കയ്യിൽ ഏൽപ്പിക്കുക എന്നൊരു വലിയൊരു നിയോഗം തന്നെ ഉണ്ടായിരുന്നു. അത് പലവിധങ്ങൾ അപകടങ്ങളുണ്ടായിട്ട് പോലും പരിശുദ്ധ അമ്മയുടെ ഒരു സംരക്ഷണത്തിലാണ് ഈ കുടുംബത്തെ പരിശുദ്ധ അമ്മ സംരക്ഷിച്ച് പോവുകയും ചെയ്യുന്നത്. ഇനി ഈ കുടുംബത്തെ മുമ്പോട്ടുള്ള യാത്രയിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് മാറ്റണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മളെയും ഒരു നിരവധി ആവശ്യങ്ങളുമായിട്ട് ഇയാൾ താൽക്കുമ്പിൽ കടന്നു വരുമ്പോൾ നമ്മളെയും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.